എന്താ തട്ടാര്? മോൻ നാട് വിട്ട് പോയിട്ട് വല്ല വിവരമുണ്ടോ? നാട് വിട്ടുപോയവരൊക്കെ അന്വേഷിക്കാൻ ആർക്കാ സമയം? എന്നാലും തട്ടാരുടെ മോനല്ലേ? ഓ മോൻ, പട്ടിക്കുമില്ലേ മക്കള്? എടോ കാശിന് പ്രയോജനമില്ലാത്തങ്ങളൊക്കെ മക്കളായിട്ട് ആരാ കൂട്ടുന്നേ? അവൻ തന്റെ തോപ്പിച്ച് പോയല്ലേ, ഇപ്പൊ അനുഭവിച്ചു കാണും. പാട്ടിന് കിടന്ന് ചത്ത് കാണും. തട്ടാരുടെ മോളെ കല്യാണമൊന്നും ആയില്ലേ? വരുന്നവർക്കൊക്കെ പെണ്ണിനല്ല വേണ്ടത്, പണമാ. ഒറ്റ മോളല്ലേ തട്ടാർക്കുള്ളൂ? കുറച്ച് കാശ് കൊടുത്ത് കെട്ടിച്ചയച്ചാൽ എന്താ? എടോ ആ ഭാർഗവൻ വന്നില്ലേ? 2 ദിവസമായിട്ട് അയാൾ വന്നില്ല. അവൻ മുങ്ങി നടക്കുകയായിരിക്കും. കഴിഞ്ഞില്ലേടാ ഭാർഗവ? അയ്യോ തട്ടാരാ? എന്താ തട്ടാരെ? നീ എന്നാണ് എന്നെ കണ്ടുകൂടെ കയറി വിളിച്ചിരുന്നേ? എന്റെ അമ്മയാണ്. അങ്ങനെയല്ല, കൊച്ചിന് വയറിന് തീരെ സുഖമില്ല. അപ്പൊ തിരി മുത്തങ്ങ വറക്കായിരുന്നതാ. മുത്തങ്ങ പറിക്കാതിരിക്കാ. ഇങ്ങോട്ട് വയ്ക്കേ, വേഷം കെട്ട് കാണിക്കരുത്. അടിച്ച് മുഖത്തിന്റെ ഷേപ്പ് ചെയ്യാൻ മാറ്റി കളയും. ആളെ കളിയാക്ക. നീ എന്നെ പട്ടിയെ പോലെ നടത്താൻ നോക്കിട്ട് 4 കുറെ ആയി. എനിക്കിപ്പൊ എന്റെ രൂപ കിട്ടണം. തട്ടാരെ, ഇപ്പൊ എന്റെ കയ്യിൽ രൂപയൊന്നുമില്ല. ഞാൻ താമസിയാതെ തരാം. നീ ഇതെപ്പോഴും പറയുന്നല്ലേ, തിരിച്ചു തന്നില്ലെങ്കിലേ സംഗതി വശമാവും. തരാം തട്ടാരെ, എന്റെ മിഷ്യൻ വിരിട്ടെങ്കിലും തരാം. എന്ത് വിറ്റാലും കൊള്ളാം, എനിക്ക് എന്നെ പണം കിട്ടണം. അല്ല എന്റെ ശരിക്കുള്ള സ്വഭാവം നിനക്ക് അറിയാമല്ലോ. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്താ ഇത്? നിങ്ങൾ ആരാ? ഒരു ചൊല്ലും ചോദ്യം ഇല്ലാതെ ഗേറ്റ് തുറന്ന് വെള്ളം എടുക്കാൻ? ഞാൻ പൈപ്പ് വെള്ളമില്ലാത്തോണ്ടാ. തന്നോടല്ലേ പറഞ്ഞത് പൈപ്പ് കൂട്ടി പുറത്തു പോകാൻ? ഞാൻ അടുത്ത വീട്ടിലെ താമസക്കാരനാ, സ്വർണ്ണക്കടയിലെ പണിക്കാരൻ. ആരായാലും എന്താ? എന്താ? ആരാ? ഒരു ചോദ്യം ഇല്ലാതെ ചേച്ചി ഗേറ്റ് തുറന്നു വെള്ളം എടുക്കുന്നത്? ഒന്നാമത് ഇവിടെ കള്ളന്മാരുടെ ശല്യ. ഞാൻ കക്കാനും മോട്ടിക്കാനൊന്നും വന്നതല്ല, പൈപ്പിൽ വെള്ളം തീർന്നോണ്ടാ. നിങ്ങളാരാ? ഞാൻ ആ വീട്ടിൽ താമസിക്കണ പണിക്കാരനാ. ആ, ആവശ്യമുള്ള വെള്ളം എടുത്തോണ്ട് പോയിക്കോളൂ. ആ ഇങ്ങനെ ചേച്ചി. അയ്യോ സാർ, ഞാൻ കക്കാനും മോട്ടിക്കാനൊന്നും വന്നതല്ല, പൈപ്പിൽ വെള്ളം തീർന്നോണ്ട്. നീ പേടിക്കൊന്നും വേണ്ട, ഇതെന്റെ വീടാണ്. ജോലിക്കാരെ ഭയന്ന് നീ ഇവിടെ വന്ന് ജോലി ചെയ്യായിരിക്കും അല്ലേ? പിന്നെ നിനക്കിവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഇവിടെ വന്ന് ചോദിച്ചാൽ മതി. ഇറങ്ങി വാടാ. നീ ഞങ്ങളുടെ ജോലി കളിച്ച് ഇവിടെ ഒന്ന് ഒളിച്ചു പണിയാ? ഞാനൊന്നും കളയിച്ചില്ല. നീ കളയിച്ചില്ല അല്ലേ? നീ ഇപ്പൊ അങ്ങനെ ഇവിടെ നിന്ന് ചരക്കണ്ട. ഞാനൊന്നും മോനോട് പറഞ്ഞിട്ടില്ല. മാല മാറ്റി വെച്ചിട്ട് എന്നെ കളക്കിയത്. നീ വലിയ വർത്താനൊന്നും പറയണ്ട, വേഗം ഇവിടെ സ്ഥലം വിട്ടണം. ഞാനിവിടെ പോവാനാ. ഞാൻ പോവില്ല. നീ ഇവിടെ പോയില്ല? ഇല്ല. നീ പോകുന്ന ഞങ്ങൾ നോക്കാം.
എന്താ ഇത്? ഇവൻ കരിങ്കാരിയാ. പൈമുതലായുടെ കടയിലെ പണിക്കാരായിരുന്നു ഞങ്ങൾ. ഇവൻ കാരണം ഞങ്ങൾ ജോലി പോയി. അതിന് നിങ്ങൾ ഇയാളെ വന്ന് തല്ലിയിട്ട് എന്താ കാര്യം? അത് ചോദിക്കാൻ നിങ്ങളാരാ? ഞാനോ? ഇത് സർക്കിൾ ഇൻസ്പെക്ടർ മേനോ സാറിന്റെ മോളാ. ആളെ മനസ്സിലായില്ല. ആ, നിങ്ങളൊക്കെ പോണം. അവര് സ്വർണ്ണക്കടയിലെ മാല മാറ്റി വെച്ചെന്നെ കള്ളി പോലീസിനെ തല്ലു വിളിച്ചതും പോരാ, ഇപ്പൊ അവര് തന്നെ തല്ലാൻ വന്നിരിക്കുന്നു. പോട്ടെ, സാരല്ല, കരയണ്ട. ഞാനിവിടെ നിന്ന ഇനി അവരെന്നെ തല്ലും. ഞാനിവിടുന്ന് പോകാൻ പോവാ. എന്താ പേര്? ഉണ്ണികൃഷ്ണൻ. ഉണ്ണി ആരും തല്ലാനൊന്നും പോകുന്നില്ല. ഉണ്ണി പോയിരുന്നു ജോലി. ഒന്നുമില്ലെങ്കിലും നേരെ മുന്നിൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ താമസിക്കുന്നില്ലേ? അവന്മാർ വന്ന് നിന്നെ തള്ളിയോ? അവന്മാർ അങ്ങനെ വെറുതെ വിട്ടുകൂടാ. നമ്മൾ ഇപ്പോൾ തന്നെ പോലീസിന് ഫോൺ ചെയ്ത് അവന്മാരുടെ സാർത്ഥം. വേണ്ട മുതലാളി, അവരെ പോലീസിൽ ഏൽപ്പിച്ച ഇനി അവരെ കൊല്ലാൻ പോലും മടിക്കില്ല. തള്ളിക്കൊല്ലാൻ നീ എന്താ പട്ടിയോ പൂച്ചയാണോ? അവന്മാർ സമരം ചെയ്യാൻ പോണു പറഞ്ഞ് നോട്ടീസ് തന്നിരിക്കണു. ചെയ്യട്ടെ, നമ്മൾ സ്വർണ്ണക്കട പൂട്ടിയിടും. പൂട്ടിയിട്ടാൽ നമ്മൾക്ക് പരമസുഖമാണ്. ഒരു ടെൻഷനുമില്ല. വീട്ടിലിരുന്ന് സുഖമായിട്ട് 4 നേരം ഭക്ഷണം കഴിക്കാം. ശരീരം നന്നാവുകയും ചെയ്യും. കട പൂട്ടിയിടൊന്നും വേണ്ട പപ്പ. നിനക്ക് പ്രാന്താണ്. ഞാനല്ലേ കട പൂട്ടണേ. എന്റെ പപ്പ ഗോപാലപ്പൈ സത്തപ്പോ ഹാഫ് ഡോർ തുറന്നു വെച്ച് കച്ചവടം നടത്തിയവനാണ് ഈ ഞാൻ, വെങ്കടേശ്വരപ്പൈ. ബപ്പയാണെങ്കിലും സത്തപ്പ പോയി. കല്യാണ പാർട്ടിക്ക് പറഞ്ഞ സാധനം പറഞ്ഞ സമയത്ത് കൊടുത്തില്ലെങ്കിൽ കല്യാണം മുടങ്ങും. നമ്മളുടെ ഗുഡ്വിൽ പോകും. നീ പേടിക്കൊന്നും വേണ്ട ഉണ്ണി. നീ ധൈര്യമായിട്ട് പോയി പൊന്നുമണി ചെയ്യൂ. ധൈര്യമായിട്ട് പോകൂ ഉണ്ണി. അറിയിപ്പോ ഉണ്ണി പോകൂ. അരെ നിർമ്മൽ, നിന്റെ മാറുകയിൽ ഇവനെ കൊണ്ടാക്കൂ. വരൂ ഉണ്ണി. അനിക്കുണിക്കൂ. നീ ഇടയ്ക്കൊക്കെ ചെന്നായി ഇവന് നല്ല ധൈര്യം കൊടുക്കണം. ധൈര്യം കൊടുക്കാൻ നിനക്ക് എവിടുന്നാണ് ധൈര്യം? ചെല്ലു. മായച്ചി വന്നോണ്ട് അവര് പോയത്. എന്നിട്ട് നീ മായച്ചിയോട് നന്ദി പറഞ്ഞോ? പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവരോട് നിന്നില്ല. നന്ദി പറയാൻ വേണ്ടി ആരെങ്കിലും നിന്ന് തരുമോ? നീ ഒരു മണുക്കൂസ. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്താ അതിന് താങ്ക്സ് പറയണം, അല്ലെങ്കിൽ മോശമല്ലേ? എനിക്കൊന്നും അറിഞ്ഞുകൂടാനിട്ടാ. ശരി, നീ വിഷമിക്കണ്ട. അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. എന്നിട്ട് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോവാ. എന്താ പോരെ? അത് മതി. എണീക്കടാ. ഒന്ന് വേഗം എണിച്ചാടാ. ചേടാ, നന്ദി പറഞ്ഞ കാല് കെട്ടി വീണിട്ടല്ല. കാല് കെട്ടി വീണെന്ന് പറഞ്ഞില്ല എന്നോട്. പണിക്കാലിന് ഇവരെ രക്ഷപ്പെടുത്തിയതിന് നന്ദി പറയാൻ വന്നതാ. പട്ടണത്തിലൊക്കെ ജീവിക്കണമെങ്കിൽ കുറച്ചൊക്കെ തന്റെ ഇടം വേണം. ഇങ്ങനെയായാൽ എങ്ങനെയാ? എന്നെ പോലെ അല്ലേ മായ ചേച്ചി? ഓ, തന്റെ ധൈര്യം കോളേജ് വെച്ച് ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. അതിപ്പോ പോലീസുകാർ വന്നാൽ ഞാൻ ഓടും. ഇരിക്കൂ. ഇരിക്കടാ. എവിടെ വീട്? തൃത്താല. ഇങ്ങനെ പേരും സ്ഥലമൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു വിടാനാണോ മായ ചേച്ചിയുടെ ഉദ്ദേശം? അത് നടപ്പില്ല. കാപ്പി തരുന്നില്ലേ? ദേ ഉള്ളിയപ്പം വേണം. ഇപ്പൊ കൊണ്ടുവരാം. ഇവിടെ വേറൊരു കുട്ടിയുണ്ട്, ഒരു മനുഷ്യൻ പറ്റൂല. ഓ സിന്ധു, അറുത്ത് മുറിച്ച് സംസാരിക്കെങ്കിലും ആ കുട്ടിയും പാവാ. ദേ വരുന്നുണ്ട്. ആഹാ, ഇതാര്? സിന്ധു ആള് കൊള്ളാമല്ലോ. വെള്ളം എടുക്കാൻ വന്നപ്പോ സിന്ധുവിനെ വരട്ടി അല്ലേ? നീ ഇരുന്നോടാ. ഇരുന്നോളൂ. കണ്ടോ, ഇരിക്കാൻ പറഞ്ഞില്ലേ? ഇപ്പൊ സിന്ധുവിന് മനുഷ്യപ്പറ്റുണ്ടോ? മനുഷ്യപ്പറ്റോ? അതെന്ത് പറ്റാ? അത് അതൊന്നുമില്ല. ഉണ്ണിയപ്പ വന്നല്ലോ. കൊതിയൻ. ഉറക്കത്തിൽ അറിയാതെ കൈകൊണ്ട് പൊട്ടതാ. ഉണ്ണി, ഇനി പൊട്ടത് നന്നായിട്ട് വിളക്കണം കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടിയില്ലെങ്കിൽ ഇവർക്ക് എന്താ പണി? അല്ലേ കൊച്ചേട്ടാരെ? പൈസ അത് പറ്റില്ല. ജോലി ചെയ്താ പൈസ വാങ്ങണം. ദാ വാ. എന്താ ഉണ്ണി, പേടിയൊക്കെ മാറിയോ? ഇപ്പോ തന്റെ ഇടം തോന്നുന്നുണ്ടോ?
ഇരിക്കൂ. ഹാ, ഇരിക്കാൻ. എന്താ വന്നത്? ഒന്നുമില്ല, വെറുതെ. വെറുതെ ഉണ്ണി വരില്ല എന്ന് എനിക്കറിയാം. അത് ഒരു ഒരു കാര്യം അറിയാൻ വന്നാ. എന്താ ഉണ്ണി? അത് അല്ലെങ്കിൽ വേണ്ട. എന്താന്ന് വെച്ചാ ചോദിക്കൂ ഉണ്ണി. ഇങ്ങനെ നാണിക്കാൻ തുടങ്ങിയാലോ? അല്ല, പിന്നെ ഈ തൻ്റെ ഉണ്ടാകുന്ന എങ്ങനെ? ഇതറിയാൻ വേണ്ടിട്ടാണോ വന്നത്? കൊള്ളാം. ഈ തന്റെ ഇടം എന്ന് പറയുന്നത് പറഞ്ഞുണ്ടാക്കാൻ പറ്റുന്നതല്ല. ആണുങ്ങൾക്ക് തന്റെ ഇടം ഇല്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? അതെങ്ങനെയാ വരുന്നത്? മരുന്ന് കഴിച്ചാ കിട്ടൂ? എന്റെ ഉണ്ണി, ഇയാൾ ഇങ്ങനെ ആയിപ്പോയല്ലോ. ആദ്യം വേണ്ടത് ഉണ്ണിയുടെ ഈ രൂപം തന്നെ ഒന്ന് മാറ്റണം. ഈ കടുക്കനൊക്കെ ഒന്ന് അഴിച്ചു മാറ്റിക്കൂടെ? ഇക്കാലത്ത് ആണുങ്ങൾ ആരെങ്കിലും കടുക്കനിടുവോ? ഞങ്ങളെ ആൾക്കാരെല്ലാം കടുക്കനിടും. അതൊക്കെ പണ്ടത്തെ കാലമാ. മാത്രമല്ല, ഇത് പട്ടണമാ. പട്ടണത്തിൽ വരുമ്പോ അതിൻ്റെതായ രീതിയിൽ നടക്കണ്ടേ? എന്തോ ഇത്? ഇത് കോട്ടക്കൽ ആര്യ ഫാർമസിയിൽ നിന്ന് വാങ്ങിയ ഗുലു ഗുലു രസായനം. നീ തന്റെ ഇടം ഉണ്ടാകുന്ന എങ്ങനെയാന്ന് മായ ചേച്ചിയോട് ചോദിച്ചില്ലേ? എന്നോട് ചോദിച്ചാ പോരെ? ഇത് തന്റെ ഇടം ഉണ്ടാകുന്ന ലേമാ. തന്നെ ഉണ്ടാവൂ? പിന്നെ ഇപ്പൊ തന്നെ 2 സ്പൂൺ കഴിച്ചോ. ആ